ഇപ്പോൾ ഈ സർക്കാരിന് വന്നിരിക്കുന്ന തിരിച്ചറിവ് കഴിഞ്ഞ 2.5 വർഷക്കാലം ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്നതല്ലേ പ്രതിപക്ഷം നിങ്ങളെ നിയമസഭയിൽ തുടർച്ചയായി ഓഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഡോക്ടർ അരുൺ, ഈ ചോദ്യം ചോദിച്ചത് നന്നായി. നേരത്തെ അറിഞ്ഞാൽ പോരായിരുന്നോ എന്നതാണല്ലോ BJPയുടെ പ്രതിനിധി ചോദിച്ചത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കുകയാണ്. നിങ്ങൾ കിഫ്ബിയുടെ പേരിലെടുക്കുന്ന കടവും പെൻഷൻ കമ്പനിയുടെ പേരിലെടുക്കുന്ന കടവും അടുത്ത മാസം മുതൽ അല്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഞങ്ങൾ നിങ്ങളുടെ പൊതുകടത്തിൽ ഉൾപ്പെടുത്തും എന്ന് പോസിറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും അല്ലെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും നമുക്കറിയാം അടുത്ത വർഷം മുതൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണെന്ന്. എങ്ങനെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും അതിന്റെ മുമ്പത്തെ വർഷവും നിങ്ങൾ കിഫ്ബിയുടെ പേരിലെടുത്ത വായ്പയും പെൻഷൻ ഫണ്ട് ബോർഡിന്റെ പേരിൽ പെൻഷനായി വിതരണം ചെയ്ത തുകയും നിങ്ങളുടെ സംസ്ഥാന കടത്തിന്റെ പേരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ അത് ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്താൻ കേന്ദ്ര ഗവൺമെന്റിന് എന്താണ് അധികാരം? അവിടെയല്ലേ പണി പാളിയത്, അവിടെയല്ലേ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. അങ്ങനെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഇത്തരത്തിൽ കണക്കുകൂട്ടൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് മാനേജ് ചെയ്യാൻ ശേഷിയുള്ള ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലുള്ളത്. ഈ പ്രളയകാലത്ത് അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഓഖി ദുരന്തം, നിപ വൈറസ്, അങ്ങനെ പ്രതിസന്ധി ഘട്ടത്തിലും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തില്ലേ? പെൻഷൻ വർദ്ധിപ്പിച്ചില്ലേ? 600-ൽ നിന്ന് 1600-ആയി. ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പള കുടിശ്ശികയും DAയും എല്ലാം ഈ കോവിഡ് കാലത്ത് വരെ നമ്മൾ വർദ്ധിപ്പിച്ചില്ലേ? പ്രളയകാലത്തും വർദ്ധിപ്പിച്ചില്ലേ? അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളെയും മാനേജ് ചെയ്ത് ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് പോയപ്പോഴല്ലേ നിങ്ങളെല്ലാം സൂചിപ്പിച്ചതുപോലുള്ള ഭരണ തുടർച്ച ഇവിടെ ഉണ്ടായത്? ഈ റിട്രോസ്പെക്റ്റീവ് എഫക്ട് വന്നതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം. BJPയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി മനസ്സിലാക്കണം, ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ നടപ്പാക്കിയിട്ടില്ല. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചിറ്റമ്മ നയം. കാരണം പ്രളയകാലത്ത് ഇങ്ങോട്ട് സഹായം വന്നപ്പോഴും കോവിഡ് കാലത്ത് ഇങ്ങ് സഹായം വന്നപ്പോഴും അതുപോലെ പ്രളയകാലത്ത് കൊടുത്ത അരിക്ക് പണം ചോദിച്ചും ഹെലികോപ്റ്റർ വന്ന് പാവപ്പെട്ട സ്ത്രീകളെ രക്ഷിച്ചപ്പോഴും എല്ലാം നിങ്ങൾ ഇതേ നയം തന്നെയാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ പല റിട്രോസ്പെക്റ്റീവ് എഫക്റ്റും നടപ്പാക്കും. 2016 മുതൽ നടപ്പാക്കിയ അല്ലെങ്കിൽ വിതരണം ചെയ്ത പെൻഷന് വരെ നിങ്ങൾ ഇത്തരത്തിൽ പല മാനദണ്ഡങ്ങളും കൊണ്ടുവരും. ഒന്ന് അവിടെ നിൽക്കട്ടെ. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, അങ്ങ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. ഇവിടെ കിഫ്ബിയും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12,560 കോടി രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കുറവ് വന്നു. ഇവിടെ പെൻഷൻ കൊടുക്കാൻ ഒരു മാസം വേണ്ടത് വെറും 992 കോടിയാണ്. ഈ പണം ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ പണം മെച്ചമല്ലേ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുമായിരുന്നോ? ആ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് എന്താ പറഞ്ഞത്? ശരിക്കും കോൺഗ്രസിന്റെ പ്രതിനിധി തെന്നി മാറുകയാ. ഇത് തന്നെയാണ് കർണാടകത്തിൽ ചെയ്തത്. കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞ് ഡൽഹിയിൽ കേരളത്തിലെ ഇടതുപക്ഷം നടത്തിയ സമരത്തോടൊപ്പം അതിന്റെ തലേ ദിവസം പോയി സമരം നടത്തി. സുപ്രീം കോടതിയിൽ ഇപ്പൊ കേസ് കൊടുക്കാൻ പോവുകയാണ്. പല സംസ്ഥാനങ്ങളെയും ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷെ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് ഇങ്ങ് ഉള്ളിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കോൺഗ്രസിന് പ്രത്യേക നയമാണ്, പുറത്ത് വേറെ നയമാണ്. കാരണം കേരളം എങ്ങനെയെങ്കിലും സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പോകട്ടെ, ഇവിടെ പെൻഷൻ കിട്ടാതെ ആളുകൾ വലഞ്ഞോട്ടെ, ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടട്ടെ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാതിരിക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ ഒരു നേതാവ്, കോൺഗ്രസിന്റെ നേതാവ്, ഇനിയും പ്രളയം വരും, അതുപോലെ കാലം മോശമായി വരും, പ്രതിസന്ധി വരും, അങ്ങനെ വരുമ്പോ കൂടുതൽ പ്രതിസന്ധി വരുമെന്നെല്ലാം കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പ്രധാനപ്പെട്ട ചാനലിൽ വന്ന് ഇരുന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധമുണ്ട്. ഭാവിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് വെച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്കറിയാം. ഏത് പ്രതിസന്ധിയെയും ഞങ്ങൾ അതിജീവിക്കും. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യും. പശ്ചാത്തല സൗകര്യ വികസനം ഞങ്ങൾ നടപ്പാക്കും. പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കി 2021 പോലെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ വർഷവും പുറത്തിറക്കി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ Debate with Arun Kumar.